നമ്മുടെ കൈപ്പത്തിയിലൊതുങ്ങുന്ന ഈ ചെറിയ സ്ക്രീൻ ഇതാണ് ഇന്നത്തെ യുഗത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളുടെ കലവറ. എത്രയോ ആളുകളുടെ ജീവിതങ്ങൾ, അവരുടെ ചിരികൾ, കണ്ണുനീർ, സ്വകാര്യതകൾ ഇവിടെ അടയാളപ്പെടുത്തപ്പെടുന്നു. എന്നാലൊരു ചോദ്യം, ഈ സ്ക്രീനിനപ്പുറത്ത് ആളില്ലെങ്കിലോ, ആ വ്യക്തി ഇല്ലാതായി കഴിഞ്ഞെങ്കിലോ? മരണമെന്നത് നമ്മുടെ ഡിജിറ്റൽ ജീവിതത്തിന് ഒരു പീരിയഡ് ഇടുകയാണ്. ഒരു വ്യക്തി മരിച്ചുകഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഒരു സ്മാരകമായി മാറുന്നു. അവിടെ സമയം നിലയ്ക്കുന്നു. എന്നാൽ അങ്ങനെ നിലച്ചുപോയ ഒരു അക്കൗണ്ടിൽ നിന്ന് വീണ്ടും സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയാൽ? ഇത് സയൻസ് ഫിക്ഷനല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശവപ്പെട്ടിക്കുള്ളിൽ നിന്ന് തിരിച്ചുവന്ന അക്കൗണ്ടിന്റെ കഥ. പേടിപ്പെടുത്താനല്ല, മറിച്ച് ഈ ഡിജിറ്റൽ ലോകത്തിന്റെ നടുക്ക് നമ്മൾ എത്രമാത്രം അപകടസാധ്യതയിലാണ് എന്ന് കാണിക്കാനാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കും കൊടുക്കാത്തൊരു രഹസ്യം പോലും ഇന്ന് നിങ്ങൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ വിരലടയാളങ്ങൾ, മുഖം തിരിച്ചറിയൽ, ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം ഒരൊറ്റ സ്ക്രീനിനുള്ളിൽ. ഇപ്പോൾ സങ്കൽപ്പിക്കൂ, ഒരു ദിവസം നിങ്ങൾ ഈ ലോകത്തില്ലാതാകുന്നു. നിങ്ങളുടെ ഡിജിറ്റൽ പ്രേതം ആരുടെ കയ്യിലാണ് വരിക? നിങ്ങളുടെ സുഹൃത്ത്, ഭാര്യ, അമ്മ, അച്ഛൻ അവർ മരിച്ചുപോയെങ്കിലും അവരുടെ പേരിൽ വരുന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്തു ചെയ്യും? തുറന്നു നോക്കുമോ? ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുമോ? ഈയൊരു മടി തന്നെയാണ് സൈബർ കുറ്റവാളികൾ ഉപയോഗപ്പെടുത്തുന്ന ആക്യുപോയിന്റ്. തുടക്കം 2023-ലാണ്. തൃശൂർ ജില്ലയിൽ താമസിച്ചിരുന്ന ആനന്ദ് എന്ന യുവാവിന്റെ കഥയാണ് ഇത്. ആനന്ദിന്റെ അച്ഛൻ രവീന്ദ്രൻ മാഷ് 1 വർഷം മുൻപ് അന്തരിച്ചു. ഹൃദയാഘാതം. ആനന്ദിനും അമ്മയ്ക്കും അത് വലിയ ആഘാതമായിരുന്നു. പക്ഷേ ജീവിതം മുന്നോട്ടു പോകുകയായിരുന്നു. ഒരു ദിവസം രാത്രി ഏകദേശം 12 മണിയോടെ ആനന്ദിന്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. ഒരു വാട്സാപ്പ് സന്ദേശം. സ്ക്രീൻ തെളിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. സന്ദേശം വന്നത് അപ്പ എന്ന പേരിൽ നിന്നായിരുന്നു, രവീന്ദ്രൻ മാഷിന്റെ അക്കൗണ്ടിൽ നിന്ന്. മെസ്സേജിൽ എഴുതിയിരുന്നു, മോനെ, എന്താ സ്ഥിതി? വലിയ വിഷമമുണ്ട്. ആനന്ദിന്റെ കൈകൾ വിറച്ചു. അദ്ദേഹത്തിന് ആദ്യം തോന്നിയത് ആരെങ്കിലും തമാശ കാണിക്കുകയാണെന്നായിരുന്നു. അച്ഛന്റെ ഫോൺ നമ്പർ അദ്ദേഹം ഡിലീറ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ അതൊരു ശവക്കുഴിയിൽ നിന്നുള്ള വിളിയായിരുന്നു. ആനന്ദ് ഉടൻ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ കണക്റ്റായി. പക്ഷേ മറുവശത്താരും സംസാരിച്ചില്ല. ഒരു മിണ്ടാത്ത നിശബ്ദത. അതിനുശേഷം ഫോൺ കട്ടായി. അടുത്ത ദിവസം വീണ്ടും മെസ്സേജ്. ഇത്തവണ ഒരു ഫോട്ടോ. അത് രവീന്ദ്രൻ മാഷിന്റെ ഒരു പഴയ ഫോട്ടോ ആയിരുന്നു. അതിനൊപ്പം എഴുതിയിരുന്നു, എന്നെ ഒരിക്കൽ കാണണമെന്നുണ്ട്. ആനന്ദ് ഭയപ്പെട്ടില്ല. അയാൾക്ക് ദേഷ്യം വന്നു. മരിച്ചുപോയ അച്ഛന്റെ സ്മരണയുമായി ഇങ്ങനെ കളിക്കുന്ന ആരോടും അയാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു. അയാൾ സൈബർ സെല്ലിൽ പരാതി നൽകാൻ തീരുമാനിച്ചു. എന്നാൽ പരാതി നൽകുന്നതിനു മുമ്പ് തന്റെ സുഹൃത്തും IT വിദഗ്ധനുമായ ഷാജിയെ ആനന്ദ് കണ്ടു. ഷാജി ആദ്യം പറഞ്ഞത്, ഇത് വെറും തമാശയല്ല ആനന്ദ്, ഇതൊരു പുതിയ തരം സൈബർ ആക്രമണമാണ്. ഷാജി വിശദീകരിച്ചു, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പറുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സജീവമായി തുടരും. ഈ അക്കൗണ്ടുകൾ ഒരു കാലയളവിനു ശേഷം ഇനാക്റ്റീവായി മാറുന്നു. സൈബർ തട്ടിപ്പുകാർ ഇത്തരം ഇനാക്റ്റീവ് അക്കൗണ്ടുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നു, പ്രത്യേകിച്ച് അടുത്തിടെ മരിച്ചവരുടെ അക്കൗണ്ടുകൾ. കാരണം ആ അക്കൗണ്ടുകളിലേക്ക് വരുന്ന സന്ദേശങ്ങൾ ആരും സംശയിക്കില്ല. എങ്ങനെയാണ് അവരിത് ചെയ്യുന്നത്? ഇത് 2 വിധത്തിലാണ്. 1. ഡേറ്റ ചോർച്ചയിലൂടെ ലഭിക്കുന്ന പാസ്വേഡുകൾ. ആളുകൾ മരിക്കുന്നതിനു മുൻപ് ഉപയോഗിച്ചിരുന്ന ദുർബലമായ പാസ്വേഡുകൾ. 2. സിം സ്വാപ്പിംഗ്. ഫോൺ നമ്പർ ഡിസ്കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് വീണ്ടും ആക്റ്റീവാക്കി മറ്റൊരാൾക്ക് കൈമാറും. ഇവിടെ ആനന്ദിന്റെ അച്ഛന്റെ കാര്യത്തിൽ സിം റീസൈക്കിൾ ചെയ്തിരുന്നു. ആ നമ്പർ പുതിയ ഒരാൾക്ക് കിട്ടി, പക്ഷേ അത് ആരോഗ്യകരമായൊരു ഉപയോഗത്തിനായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്? വെറുതെ പേടിപ്പിക്കാനോ?
അല്ല, ഇവിടെയാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഏറ്റവും ക്രൂരമായ ഭാഗം. ആനന്ദിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് വന്ന അടുത്ത സന്ദേശം ഇങ്ങനെയായിരുന്നു: മോനെ, ആ പുറകെ വീടിന്റെ രജിസ്ട്രി പേപ്പർ എവിടെയുണ്ട്? എനിക്കൊരു കാര്യമുണ്ട്. ഇത് കണ്ടപ്പോൾ ആനന്ദ് ഞെട്ടി. ആ വിവരം അവരുടെ കുടുംബത്തിനു മാത്രം അറിയാവുന്ന ഒരു വിഷയമായിരുന്നു. ആ പേപ്പർ ഇപ്പോഴും അവരുടെ വീട്ടിലെ അലമാരയിലുണ്ടായിരുന്നു. ഇവിടെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ കളി. ആനന്ദ് ആദ്യം ഭയന്നു, പിന്നെ ദേഷ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ അച്ഛന്റെ ശബ്ദത്തിൽ കുടുംബത്തിന്റെ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ അപ്പുറത്തുണ്ടെന്ന് തോന്നിയപ്പോൾ ആനന്ദിന്റെ മനസ്സിൽ ഒരാശയക്കുഴപ്പം വന്നു. ഇത് ശരിക്കും അച്ഛനാണോ? ഏതെങ്കിലും മാന്ത്രികതയോ? സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം ഇതാണ്: ഗ്രീഫ് എക്സ്പ്ലോയിറ്റേഷൻ. ദുഃഖത്തിന്റെ നിമിഷത്തിൽ നമ്മുടെ യുക്തിബോധം പ്രവർത്തിക്കുന്നില്ല. മരിച്ചുപോയ ഒരാളിൽ നിന്നൊരു സന്ദേശം വന്നാൽ നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡല സജീവമാകും. നമ്മൾ ആദ്യം ചിന്തിക്കുക ഇത് അവരാണോ എന്നാണ്. അപ്പോഴേക്കും തട്ടിപ്പുകാർ നമ്മുടെ വികാരങ്ങളുടെ ചൂടിൽ നിന്ന് ബാങ്ക് ഡീറ്റെയിൽസും OTPയും പാസ്വേഡുകളും വാങ്ങിക്കഴിഞ്ഞിരിക്കും. എന്നാൽ ആനന്ദ് അങ്ങനെ കീഴടങ്ങിയില്ല. അയാൾ ഉടൻ തന്നെ സൈബർ സെല്ലിൽ കേസ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെൽ ടീം ആ നമ്പറിന്റെ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് 22കാരനായ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു. അയാൾ ഒരു സൈബർ സെക്യൂരിറ്റി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു. സാമ്പത്തിക ലാഭത്തിനായാണ് ഇങ്ങനെ ചെയ്തത്. ഈ കഥ സുഖാന്ത്യത്തിലെത്തിയെങ്കിലും ഇതുപോലെ എത്രയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നു. ഇനി നിങ്ങൾക്കിത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വരാതിരിക്കാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോരുത്തരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ വിൽപ്പത്രം തയ്യാറാക്കുക. ഗൂഗിളിന് ഇനാക്റ്റീവ് അക്കൗണ്ട് മാനേജർ എന്ന ഫീച്ചറുണ്ട്. ഒരു നിശ്ചിത കാലയളവിൽ നിങ്ങൾ അക്കൗണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ, അതായത് നിങ്ങൾ മരിച്ചുവെന്ന് സിസ്റ്റം കരുതുമ്പോൾ, നിങ്ങളുടെ ഡേറ്റ വിശ്വസ്തർക്ക് കൈമാറാനോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിനും സോഷ്യൽ മീഡിയയ്ക്കും വ്യത്യസ്തവും ശക്തവുമായ പാസ്വേഡുകൾ ഉപയോഗിക്കുക. പാസ്വേഡ് മാനേജർ ആപ്പുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ആരെങ്കിലും മരിച്ചുപോയാൽ ഉടൻ തന്നെ ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മെമ്മോറിയലൈസ് ചെയ്യുകയോ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുക. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും റിപ്പോർട്ട് എ ഡിസീസ്ഡ് യൂസർ എന്ന ഓപ്ഷനുണ്ട്. ഒരിക്കലും മരിച്ചുപോയ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന സന്ദേശങ്ങളിൽ ക്ലിക്ക് ചെയ്യരുത്. അതെത്ര സെന്റിമെന്റലായി തോന്നിയാലും അതിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ആ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുറപ്പിക്കണമെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കുടുംബാംഗത്തിലൂടെ സ്ഥിരീകരിക്കുക. ഒരു സന്ദേശത്തിലെ ആവശ്യത്തിനു വേണ്ടി OTPയോ ബാങ്ക് വിവരങ്ങളോ ഒരിക്കലും നൽകരുത്. ആനന്ദ് അന്ന് തന്റെ ഫോണിൽ നിന്ന് അച്ഛന്റെ കോൺടാക്റ്റ് ഡിലീറ്റ് ചെയ്തു. കണ്ണു നിറഞ്ഞു. കാരണം അച്ഛന്റെ ഓർമ്മകൾക്കിനിയൊരു ഫോൺ നമ്പറിന്റെ ആവശ്യമില്ല എന്നയാൾക്ക് മനസ്സിലായി. ഓർമ്മകൾ ഹാർഡ് ഡ്രൈവിലല്ല, ഹൃദയത്തിലാണ് സൂക്ഷിക്കേണ്ടത്. ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നമ്മുടെ മരണശേഷം എന്ത് സംഭവിക്കുമെന്നതിന് നൽകണം. ഇത്തരം അപകടങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുക. ഈ വിവരങ്ങൾ അവരുമായി പങ്കുവയ്ക്കുക. ഞാൻ സംസാരിച്ചത് കേട്ടുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ സൈബർ സുരക്ഷാ വിവരങ്ങൾക്കും രസകരമായ കഥകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓർക്കുക, ഫോണിന്റെ മറുഭാഗത്താളില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രേതമല്ല, നിങ്ങളുടെ ശത്രുവാണ്.